നമസ്കാരം സുഹൃത്തുക്കളെ, പോളൽ മലയാളി. നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോവുകയാണ് കേട്ടോ. ആറ്റാങ്കര പള്ളിവാസൽ, അവിടെ ഒരു ദർഗയുണ്ട്. പുറകെ ഇരിക്കുന്ന വാപ്പായും ഉപ്പായും കേട്ടോ, അവർക്ക് പള്ളി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ യാത്രാവിശേഷങ്ങളാണ്. പോവാം, വാ. നമ്മളങ്ങനെ ഇപ്പം നേരെ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. റോഡ് പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്നാലും വണ്ടി ഓടിക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട്. എന്നാലും ഒരു വലിയ സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. കാരണം റോഡ് പണി പലയിടത്തും ഫിനിഷ് ആയിട്ടില്ല ഇവിടെ കേട്ടോ. ഈ കൊല്ലം തിരുവനന്തപുരം ലൊക്കേഷനിലൊന്നും അധികം റോഡ് പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ സ്ഥലമാണ് ഇത്തിക്കര. ഇത്തിക്കര പക്കീത്ത കേട്ടിട്ടില്ലേ? പുള്ളിക്കാരൻ്റെ സ്ഥലമല്ല, ഇത്തിക്കര ആറാണ് ആ കാണുന്നത് കേട്ടോ. കൊല്ലം ജില്ലയിലാണ് ഇത്തിക്കര എന്ന് പറഞ്ഞ സ്ഥലം. ഇതാണ് കടുവ പള്ളി. കടുവയിൽ ജുമാ മസ്ജിദ്, തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. ആറ്റിങ്ങലിന് അടുത്തായിട്ടാണ് കടുവയിൽ തങ്ങൾ ജുമാ മസ്ജിദ്. കണ്ടില്ലേ എന്ത് രസമുണ്ട് കാണാൻ പള്ളി അല്ലേ? മിനാരത്തിൻ്റെയൊക്കെ പൊക്കം നോക്കാം. ഈ തിരുവനന്തപുരം ഭീമാപ്പള്ളി അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഈ ആറ്റാങ്കര പള്ളിയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇതുവഴി പോകുമ്പോൾ ഈ കടുവയിൽ തങ്ങളുടെ ദർഗയിൽ കയറിയിട്ടാണ് പോകാറുള്ളത് കേട്ടോ. ഇത് നമ്മൾ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റാണ്. കല്ലമ്പലത്തിനും ആറ്റിങ്ങലിനും ഇടയ്ക്കായിട്ടാണ് വരുന്നത് കേട്ടോ. വേണ്ട, ഞങ്ങൾ ഉമ്മായിക്ക് ഫ്ലൈറ്റിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് ഫ്ലൈറ്റാണ് ഈ കാണുന്നത് കേട്ടോ. എനിക്കൊരാഗ്രഹവും ഇല്ല പൊന്നുമോനെ. തക്കാരം റെസ്റ്റോറൻറ്റ്, കഴക്കൂട്ടം, തിരുവനന്തപുരം കേട്ടോ. അതിനുള്ളിലാണ് കണ്ടില്ലേ ഈ ഒരു സെറ്റപ്പ്. ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കിടിലം വൈബ് തന്നെ, ഒന്നും പറയാനില്ല. നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കണ്ടില്ലേ. അതേണ്ട തമിഴ്നാട്ടിലോട്ട് കയറുന്നു കണ്ടില്ലേ. ചെക്ക് പോസ്റ്റ് കളിക്കാവിള കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി അല്ലേ. തേങ്ങാപ്പട്ടണം, കന്യാകുമാരി, തിരുനെൽവേലി. ഇതിപ്പോ സ്ഥലം ഏതാണ്? മാർത്താണ്ഡം പാലമാണ് അല്ലേ. ഓക്കെ, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. നല്ല സൗകര്യമുണ്ട് കണ്ടോ. എന്താ എന്റെ പേര് തമിഴ് എഴുതി വെച്ചേക്കുന്നില്ല? നമ്മളിപ്പോ ഏകദേശം നാഗർകോവിൽ എത്താൻ പോവുകയാണ് കേട്ടോ. ഈ നാഗർകോവിൽ എത്തിയതിന് ശേഷം നമ്മൾ ഈ 5 ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലം ഗൂഗിൾ മാപ്പ് ഇടുക. മാപ്പ് ഇട്ടിട്ട് 5 ഗ്രാമം വഴി പോയി കഴിഞ്ഞാൽ ഈ ആറ്റാങ്കര പള്ളിയിലേക്ക് പോകുന്നവർക്ക് വളരെ എളുപ്പം എത്താൻ പറ്റും കേട്ടോ. അതൊരു ഷോർട്ട് കട്ടാണ് ഈ 5 ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലം. 5 ഗ്രാമത്തിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ അവിടുന്ന് GPS ഇട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ വേറെ വഴിയായിരിക്കും കാണിക്കുന്നത്. നല്ല കരിക്കും. ഇതെന്തോന്ന്? നങ്ക ഇല്ലേ? ഇവിടെ എല്ലാം നങ്കിന്റെ പരിപാടിയാണ്. നങ്കല്ല, നൊങ്ക് ഇല്ലേ? നൊങ്ക് സർബത്ത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ മലകളും തെങ്ങിൻ പാടവും കണ്ടില്ലേ. അടിപൊളി. തമിഴ്നാട്
തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇങ്ങനെയാണ് കേട്ടോ. നാഗർകോവിൽ ടൗൺ കാണാൻ കൊള്ളാം കേട്ടോ. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ സ്വർണ്ണക്കടകളും തുണിക്കടകളും പൂക്കടകളും. ഈ പൂവും സ്വർണ്ണവും ഒക്കെ ഇവർക്ക് മെയിനാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഇപ്പം തിരുനെൽവേലി ജില്ലയിലോട്ട് കയറിയില്ലേ? കന്യാകുമാരി ജില്ല താണ്ടി തിരുനെൽവേലി ജില്ലയിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. എല്ലാ ഒരേ കണക്കൊക്കെ സ്ഥലങ്ങളൊക്കെ തന്നെ കണ്ടിട്ട് അല്ലേ? ഇത്രയും നേരം ഓടി വന്നിട്ട് വേണ്ട അടിപൊളി റോഡ് ഇപ്പോഴാണ് ശരിക്കും കണ്ടത്. കൊള്ളാം. ഇത് നാഷണൽ ഹൈവേ ആണല്ലേ? മധുരൈ റോഡാന്ന് തോന്നുന്നു. 44 മധുരൈ റോഡ് തന്നെയാണ്. കണ്ട കുറെ പേര് കൊട്ടയം പട്ടിയാട്ടൊക്കെ നടന്നു വരുന്നുണ്ട്. വലിയൊരു കാറ്റാടി യന്ത്രം നിൽക്കുന്നൊക്കെ വേണ്ട. വലിയൊരു കാറ്റാടി യന്ത്രം നോക്കേ. കൊള്ളാം. തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുള്ളിന്റെ പരിപാടിയല്ലേ? എന്തൊരു ഹൈറ്റാന്ന് നോക്കേ. നമ്മൾ ഏകദേശം പള്ളിവാസൽ അല്ലേ, അറ്റാക്കര പള്ളി എത്താറായി കേട്ടോ. ശരിക്കും ഇത് രാധാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആറ്റാങ്കര ദർഗ നിൽക്കുന്നത്. വേണ്ട വളരെ മനോഹരമായ ഒരു കാഴ്ച. ആട്ടിൻകൂട്ടങ്ങളെ കണ്ടോ? എന്ത് രസമുണ്ട് കാണാനില്ലേ? അടിപൊളി. ആട്ടിടനെ കാണുന്നില്ലല്ലോ ഇവിടെ ഒന്നും. നല്ല കിടില ആടില്ലേ? ഇവിടെ നിന്നായിരിക്കും കേരളത്തിലോട്ട് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ? ആത്താങ്കരൈ പള്ളിവാസൽ അല്ലേ? 15 കിലോമീറ്റർ. തിരുച്ചെന്തൂർ 65 കിലോമീറ്റർ. ഇതേത് സ്ഥലം? നല്ല പിടുത്തമുണ്ടോ ഷാന? ഇതോ എനിക്കറിയില്ല. ദർഗ എത്തുന്നതിന് മുമ്പായിട്ട് മനോഹരമായ ഒരു അമ്പലം കണ്ടോ? തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്താ എഴുതിയിരിക്കുന്ന? തോട്ടാവിളൈ. ഫൈനലി വേണ്ട നമ്മൾ ആറ്റാങ്കര പള്ളിവാസൽ ദർഗ എത്തിയിട്ടാണ്. നോക്കി അങ്ങോട്ട് നോക്കി വേണ്ട. ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റിലോട്ട് പോകുന്നിടത്താണ് വന്ന മലയാളികൾക്കൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.